ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ RRB NTPCയുടെ വിവിധ പോസ്റ്റുകളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതാണ്. RRBയുടെ ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ആദ്യം തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഏതൊരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. RRB NTPC ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഏകദേശം സെയിം തന്നെയാണ്. ആദ്യം തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കരുതേണ്ട ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾ ഏജ് റിലാക്സേഷൻ ഓർ റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടാവണം. സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവേഷൻ ഓർ ഏജ് റിലാക്സേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നീട് നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് SSLC ബുക്ക്. ഇതിൻ്റെ ഫോർമാറ്റ് PDF ആയിരിക്കണം. മാക്സിമം ഫയൽ സൈസ് 500 KB ആയിരിക്കണം. പിന്നീട് വേണ്ടത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ വേണം ഇത് അപ്ലോഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കറക്റ്റ് ഫോർമാറ്റിൽ റീസൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയ്യിൽ കരുതുക. സ്പെഷ്യൽ കേസ് നോക്കുകയാണെങ്കിൽ സ്ക്രൈബിനെ യൂസ് ചെയ്യുന്നവർ സ്ക്രൈബിൻ്റെ ഫോട്ടോയും SC/ST കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും EBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും കരുതുക. പ്രധാനമായും നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്ലൈ ചെയ്യുക. ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നോക്കാം. ഇതിനായി ആദ്യം തന്നെ RRBയുടെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് സോണിൻ്റെ സൈറ്റിൽ കയറിക്കഴിഞ്ഞാലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പേജിൽ അപ്ലൈ എന്ന ഒരു റെഡ് കളർ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും 2 ഓപ്ഷൻസ് അവിടെ വരുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. ഇതുവരെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന പേജ് ഓപ്പണായി വരുന്നതാണ്. ഈ പേജിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ID മൊബൈൽ നമ്പറോ കൊടുക്കുക. പാസ്വേഡ് അടിക്കുക. ക്യാപ്ച തെറ്റുകൂടാതെ അടിക്കുക. ലോഗിൻ ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ പേജിലേക്ക്, നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ശേഷം തൊട്ട് താഴെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും റീസെൻ്റ്ലി വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അവിടെ കാണാനായി സാധിക്കുന്നതാണ്. ഇതിലേത് പോസ്റ്റിലേക്കാണോ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ പോസ്റ്റിന് തൊട്ട് താഴെയായിട്ട് സെലക്ട് ദ RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഏത് സോണിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സോൺ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ സോണുകളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള സോൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിന് തൊട്ട് താഴെയായി ഐ ആം നോട്ട് കറൻ്റ്ലി ഡീപാർഡ് ബൈ എനി RRB ഓർ RRC എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ഒരു വയലറ്റ് ബോക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വയലറ്റ് ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ആ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ഒരു ഇൻഫർമേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ദിസ് ഡേറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് സേവ്ഡ് ഡേറ്റ. ചെക്ക് ഓൾ ദ ഡീറ്റെയിൽസ് ടു പ്രൊസീഡ് ഫർദർ എന്ന്. അതിന് മുകളിലുള്ള ഇൻഡ്യയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് പോവും.
ശേഷം നമ്മൾ RRBയുടെ അക്കൗണ്ട് ക്രിയേഷൻ ടൈമിൽ കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പേഴ്സണൽ ഡീറ്റെയിൽസിന് താഴെയായി മെരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, മദർ ടങ് എന്നിവ തിരഞ്ഞെടുക്കേണ്ടതാണ്. ദെൻ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ എന്ന ഓപ്ഷനിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഇവിടെ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്താലും അതിനോടൊപ്പം തന്നെ എക്സാം ടൈമിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് ഡിഫോൾട്ട് ലാംഗ്വേജ് ആണ്. ധൈര്യമായിട്ട് മലയാളം ചൂസ് ചെയ്യാവുന്നതാണ്. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അഥവാ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. SSLC ബുക്കിൽ ഉണ്ടാവും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അത് ചൂസ് ചെയ്യുക. ദെൻ അവിടെ ഒരു ഇൻഫർമേഷൻ ബോക്സ് കാണാം. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എഗ്രി കൊടുക്കുക. ദെൻ ചൂസ് യുവർ കാറ്റഗറി. അൺറിസർവ്ഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഒന്നും ചോദിക്കില്ല. റിസർവേഷനും ലഭിക്കില്ല. മറ്റേത് കാറ്റഗറിയാണോ ചൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ബോക്സ് വരുന്നതായിരിക്കും. അതിൽ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോൺ ക്രിമിലിയറിൽ ഉൾപ്പെടുന്ന OBCക്കാർക്കാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. EWS കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ദെൻ SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സപ്പോസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി തീരാറായെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കുക. അത് വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. SC/ST കാറ്റഗറിയിലുള്ളവർ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റ് PDF ആയിരിക്കണം. മാക്സിമം ഫയൽ സൈസ് 500 KB ആയിരിക്കണം. EWSനും OBCക്കാർക്കും സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. EWSും EBCയും രണ്ടും രണ്ടാണ്. അതിവിടെ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ആരാണോ അതാണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. ഡേറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇത്രയും ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോസ്റ്റൽ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റും സെയിം ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ടിക്ക് ഇഫ് പെർമനൻ്റ് അഡ്രസ് ഈസ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടി എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ടിക്കോട് കൂടി ഒരു ഗ്രീൻ ബോക്സ് കാണാം. അടുത്തതായി അതർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പ്ലേസ് ആണ്. ഫസ്റ്റ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എക്സ് സർവീസ്മാൻ ആണോ, PWBD കാറ്റഗറിയിലുള്ളവരാണോ, സ്ക്രൈബിന് ആവശ്യമുള്ളവരാണോ, അതിനെല്ലാത്തിനും യെസ് ഓർ നോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തത് EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ സെലക്ട് ചെയ്യാം. EBC ഫീസ് ഇളവിന് മാത്രമേ കൺസിഡർ ചെയ്യൂ. മറ്റ് ജോബ് റിസർവേഷൻ ഒന്നും ഇതിന് ലഭിക്കില്ല. EBCയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുക. യെസ് എന്നാണ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ദെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. PDF ഫോർമാറ്റിലായിരിക്കണം. മാക്സിമം ഫയൽ സൈസ് 500 KB ആയിരിക്കണം. അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻ്റ് ആണ്. അതിൽ ആദ്യം നിങ്ങൾ റെയിൽവേ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എങ്കിൽ നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. കറണ്ട് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഓപ്ഷൻസ് വരാം. ഇതിലൊന്നും ഉൾപ്പെടാത്തവരാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമ്മുടെ ഫീ റീഫണ്ട് ചെയ്യുന്നത്. അക്കൗണ്ട് നമ്പറും IFSC കോഡും തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കൺഫേം എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ബാങ്ക് നെയിമും ബാങ്ക് അഡ്രസ്സും അവിടെ വരുന്നതായിരിക്കും. ശേഷം ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ അതർ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ടിക്കോട് കൂടിയ ഗ്രീൻ ബോക്സ് കാണാൻ സാധിക്കും. അടുത്തതായി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട പേജാണ്. ഇവിടെ ആദ്യം തന്നെ SSLC ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ സെലക്ട് ചെയ്യുക. ബോർഡ് ഓഫ് എക്സാമിനേഷൻ, റോൾ നമ്പർ, ഡേറ്റ് ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ എന്നിവ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് 500 KBക്കുള്ളിൽ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇതിന് താഴെയുള്ള ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്.
ദെൻ നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ് സ്ട്രീമിൽ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സിൻ്റെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. എക്സാമ്പിൾ BA ഹിസ്റ്ററി, BSc കെമിസ്ട്രി, BCom അങ്ങനെയുള്ളതിൽ ഏതാണോ ആ ഒരു കോഴ്സ് നെയിം അവിടെ കൊടുക്കുക. ദെൻ അതിനോടൊപ്പമുള്ള അടുത്ത ഓപ്ഷൻസ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ സെലക്ട് ചെയ്യുക. ദെൻ നെയിം ഓഫ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, ഡേറ്റ് ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഡു യു ഹാവ് ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ യെസ് ഓർ നോ കൊടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ ഇതിന് യെസ് കൊടുക്കാവുന്നതാണ്. യെസ് കൊടുത്താൽ മാത്രമേ ടൈപ്പിംഗ് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ശേഷം എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ യുവർ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന ടിക്കോട് കൂടിയ ഗ്രീൻ ബോക്സ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോട്ടോ ഇമേജ് കാണാനായി സാധിക്കുന്നതാണ്. റെഡ് ഐയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡോക്യുമെൻ്റ് കാണാൻ സാധിക്കുന്നതാണ്. ബ്ലറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ശേഷം നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. റിജക്റ്റബിൾ ആയിട്ടുള്ള ഫോട്ടോ സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റബിൾ ആയിട്ടുള്ള ഫോട്ടോ സാമ്പിൾസ് കാണാവുന്നതാണ്. ദെൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. പ്രൊഫൈൽ ഫോട്ടോ, സിഗ്നേച്ചർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായി വരുന്നതുമാണ്. അടുത്തത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഘട്ടമാണ്. നിങ്ങളുടെ മുൻഗണനാക്രമം അനുസരിച്ച് പോസ്റ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നതിനായി ഓരോ പോസ്റ്റിന് നേരെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഫസ്റ്റ് പ്രിഫറൻസ് ആദ്യം സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നെക്സ്റ്റ് ബെസ്റ്റ് പോസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ശേഷം ഇതിന് താഴെയുള്ള പോസ്റ്റ് പ്രിഫറൻസുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ വായിച്ച് അതിന് നേരെയുള്ള ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിന് താഴെയായി 4 ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ആദ്യം തന്നെ നമ്മൾ ചെയ്തതായിരുന്നു. ബാക്കി 3 ഡിക്ലറേഷനും വായിച്ചു നോക്കുക. ശേഷം ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ പ്ലേസ് എൻ്റർ ചെയ്യുക. ദെൻ പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാനായി സാധിക്കുന്നതാണ്. പ്രിവ്യൂ നോക്കി എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും താഴെയായി എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ ഹാവ് റീചെക്ക് ദ എബോവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. ആപ്ലിക്കൻറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കറക്ഷൻസ് ഒന്നും വരുത്താനായിട്ട് സാധിക്കില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് അടയ്ക്കുവാനുള്ള പേജിലേക്കായിരിക്കും. ഇവിടെ ഫീ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. മുകളിലായി റീഫണ്ട് പോളിസി എന്നൊരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ റീഫണ്ട് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് ആപ്ലിക്കേഷൻ അയച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ആപ്ലിക്കേഷൻ ഫീ റീഫണ്ട് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ശേഷം ഇതിന് ഏറ്റവും താഴെയുള്ള പേ വിത്ത് റേസർ പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്കിവിടെ വിവിധ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. UPI, കാർഡ്, നെറ്റ് ബാങ്കിങ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം പേ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ആൻഡ് പേ കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. ശേഷം പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡീറ്റെയിൽസ് പ്രിൻ്റ് എടുത്ത് വയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ RRBയിൽ നിന്നും ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയെന്നുള്ള ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. ശേഷം ഇവിടെ മുകളിൽ കാണുന്ന 3 വരെയുള്ള ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ കാണാനായി സാധിക്കും.
ഇവിടെയുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് വയ്ക്കാവുന്നതുമാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റ് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ശേഷം ലോഗ് ഔട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് കാത്തു നിൽക്കാതെ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് കാത്തു നിൽക്കരുത്, നേരത്തെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആവുമ്പോൾ ചിലപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക, പഠിക്കുക, ജോലി നേടുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.